ഹായ്. അപ്പോൾ ഞാൻ ഇന്നൊരു ആപ്പ് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ബുക്കിംഗ് ആപ്പ്. ഹോട്ടൽ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു ഹോട്ടൽ ഇപ്പോൾ 11 മണി മുതൽ 3 മണി വരെ ഉള്ളൂ ആ ഹോട്ടലിൻ്റെ വർക്കിംഗ്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഓരോ ടൈം സ്ലോട്ട് ഉണ്ടാവും. ലൈക്ക് 11 മണി മുതൽ 12 മണി വരെ, 12 മണി മുതൽ 1 മണി വരെ, അങ്ങനത്തെ ഓരോ ടൈം സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആസ് എ യൂസർ 2 മണി ടു 3 മണി വരെയുള്ള ഒരു സ്ലോട്ടാണ് ബുക്ക് ചെയ്യണമെങ്കിൽ അതുവഴി ബുക്ക് ചെയ്ത് തന്നെ നമുക്ക് ഹോട്ടൽ മാനേജർ അല്ലെങ്കിൽ മാനേജ് ചെയ്യണം അവർക്ക് കാണാൻ പറ്റും ആരൊക്കെ ഈ ഒരു ടൈമിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ അല്ല, ഞാൻ എൻ്റെ ഒരു ഓവർവ്യൂ തരാം. ലൈക്ക് എങ്ങനെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, അതൊക്കെയാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ 2 ആപ്പ് ഉണ്ട്, അഡ്മിനും യൂസറിനും. അഡ്മിൻ്റെ ആപ്പിൻ്റെ UI ആദ്യം ഉണ്ടാക്കാം. സോ അപ്പോൾ അഡ്മിൻ്റെ ആപ്പിന് അടിയിൽ ബോട്ടം ബാർ വേണം. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ടൈം സ്ലോട്ട് ആഡ് ചെയ്യാനും അടുത്ത ടാബില് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തവരുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് അടുത്ത ടാബും. അപ്പോൾ 2 ടാബാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത് അഡ്മിൻ ആപ്പിന്. യൂസർ സൈഡിൽ വരുമ്പോൾ ജസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് കാണിക്കാം. എന്നിട്ട് ആ യൂസറിന് ആ സ്ലോട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. സിമ്പിൾ ആപ്പാണ്. അപ്പോൾ UI കോഡ് ചെയ്ത് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ വിചാരിച്ച് 2ന് 2 ആപ്പ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഈ 2 ആപ്പ് ആക്കുമ്പോൾ ഡെവലപ്മെന്റ് ടൈം കൂടുതലായിരിക്കും. കാരണം 2 ആപ്പ് 2 സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ എന്താ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ജസ്റ്റ് ഒരു കണ്ടീഷൻ വെച്ചിട്ട് അഡ്മിൻ ആണോ യൂസർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ അഡ്മിൻ ആണെങ്കിൽ അഡ്മിന്റെ UIയും ഫീച്ചേഴ്സും ഇതൊക്കെ കാണിക്കുക. യൂസർ ആണെങ്കിൽ യൂസർ സൈഡിലുള്ള UIയും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ സെപ്പറേറ്റ് ആപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇപ്പോൾ ആപ്പ് ബാർ ആയാലും ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ആയാലും കളർ ആയാലും മോസ്റ്റ്ലി 2ലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2ഉം കൂടെ ഒരു ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. മറ്റേതാണെങ്കിൽ ഇതിനകത്തും കോഡ് ചെയ്യണം, മറ്റേതിനകത്തും കോഡ് ചെയ്യണം. ഇനി ഇതിനകത്ത് ഫയർ ബേസ് കണക്ട് ചെയ്യണം. സ്റ്റേറ്റ് മാനേജ്മെന്റ് ആയിട്ട് പ്രൊവൈഡർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ചെറിയ ആപ്പാണ്. ഫയർ ബേസ് ഒതന്റിക്കേഷനും കൂടെ ആഡ് ചെയ്യണം. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. സോ ആപ്പ് ഒരു ഓൾമോസ്റ്റ് ഒരു 90%, ഒരു 98% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വല്ല ബഗ്സ് ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാനും പിന്നെ മൈനർ ഇംപ്രൂവ്മെന്റ് ഒക്കെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് ആപ്പ്. ഇതിനകത്ത് ലോഗിൻ ആയിട്ട് ആകെ ലോഗിൻ വിത്ത് ഗൂഗിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് യൂസർ സൈഡിലെ UI. ഇപ്പൊ യൂസർ സൈഡിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ UET എന്നാണ് പേര്. ഇതിനകത്ത് അവൈലബിൾ സ്ലോട്ട്സ് കാണിക്കും. അപ്പോൾ ഇതിപ്പോ ഞാൻ ഫസ്റ്റ് വേറൊരു ഇമെയിൽ ID എന്നാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അടിയിലുള്ളത് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ സോ ഈ ബുക്ക് ചെയ്തത് ബുക്ക്ഡ് എന്നും പറഞ്ഞാണ്. ഈ നമ്മളാണ് ഇപ്പൊ ബുക്ക് ചെയ്യണമെങ്കിൽ അത് ക്യാൻസൽ എന്നും പറഞ്ഞാണ്. കാരണം നമുക്ക് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ 5-6 യൂസേഴ്സ് ഉണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു യൂസർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയിലൊക്കെ അത് ബുക്ക്ഡ് എന്നായിരിക്കും കാണിക്കും. അപ്പോൾ ആ ബുക്ക് ചെയ്താക്കടയിൽ ക്യാൻസൽ എന്നായിരിക്കും കാണിക്കുക. കാരണം അയാൾക്ക് ആ ബുക്ക് ചെയ്തത് ക്യാൻസൽ ആണെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ബട്ടൺ. അപ്പോൾ ഇതാണ് അഡ്മിന്റെ UI. ഇതിനകത്ത് നമുക്ക് ടൈം സ്ലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഫ്രം ടൈം സെലക്ട് ചെയ്യുക ടു സെലക്ട് ചെയ്യുക. അത് സേവ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ടാബിനകത്ത് ഏതൊക്കെ ടൈം സ്ലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ള് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ ആരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ബുക്ക് ചെയ്ത ഇമെയിൽ ID കാണിക്കും. ഇപ്പൊ 2ഉം ഞാൻ സെയിം മെയിൽ ID തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ 2ഉം സെയിം ID തന്നെ കാണിക്കും. കറന്റ്ലി അപ്പൊ ഇതിനകത്ത് ഇത്തിരി ഒരു ബഗ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ സേവ് ചെയ്ത് കഴിഞ്ഞാല് ഈ ബുക്ക് 2 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മ രണ്ടാമത് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോൾ അത് ഈ ആദ്യം ഉണ്ടായ ഡാറ്റ ക്ലിയർ ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ഇഷ്യൂ ആണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് വർക്കാവും, ആ ബഗ് ഫിക്സ് ആവും. സോ അതൊന്ന് ഫിക്സ് ചെയ്യണം. ബാക്കിയൊക്കെ പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ അഡ്മിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ സ്ലോട്ട്സ് ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ ഒക്കെ തന്നെ ഡിലീറ്റ് ആവും. പിന്നെ വേറെ ഇതില് ഇപ്പോ ഡിലീറ്റ് ബട്ടൺ വെക്കുമ്പോൾ ഒരു വാർണിംഗ് മെസ്സേജോ അല്ലെങ്കിൽ ഇപ്പോൾ സേവ് ചെയ്യുന്ന ടൈമിൽ വല്ല നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ യൂസർ സൈഡ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു അലേർട്ട് ഡയലോഗ് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു റഫ് ഒരു ആപ്പിന്റെ ബേസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ വേറെ വല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൽ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ല, ജസ്റ്റ് ഒരു ഐഡിയ അതൊന്നും എക്സിക്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ കോഡിങ്ങിന്റെ സൈഡ് വരുമ്പോൾ ഈ അഡ്മിന്റെ UI കാണിക്കണോ അല്ലെങ്കിൽ യൂസറിന്റെ UI കാണിക്കണോ, ഇത് 2ഉം സെപ്പറേറ്റ് ചെയ്തേക്കണം. ഈ ഒരു
ബൂൾ വാല്യൂ വെച്ചിട്ടാണ്. 2 സെപ്പറേറ്റ് ആപ്പ് ഉണ്ടാക്കാനായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ അപ്പോൾ 2 ഇതായിട്ട് കോഡ് ചെയ്യേണ്ടി വരും. ഈ ആപ്പ് യൂസറിനും അഡ്മിനും ഏകദേശം ഒരു 90% സെയിം ആണ്. ഓൾദോ ബാക്ക് എൻഡിലുള്ള ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ആകെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ 2 ആപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ കോഡ് ചെയ്തേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് കുറെ കോഡൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കൂടെ സിമ്പിൾ ആയിരിക്കും. എല്ലാം കൂടെ ഒരു ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഡീബഗ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ വലിയ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ UI ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ആപ്പ് ഒരു 90% കംപ്ലീറ്റ് ആണ്. ഇനി അതിനകത്ത് ഓരോ ഐഡിയ വരുമ്പോൾ അത് ആഡ് ചെയ്ത് ഒരു വർക്കിംഗ് ഇതാക്കി മാറ്റണമെങ്കിൽ മാറ്റാം. സോ അതിപ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവ് എനി സജഷൻ ഓർ എനിത്തിങ് ജസ്റ്റ് കമൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നിയ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Yeah, that's it. And see you in the next video.